ദൈവത്തിന് മഹത്വം. ഈ പുതിയ പ്രഭാതം എല്ലാ നന്മകളാലും ദൈവം നമ്മെ നിറയ്ക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യം. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സങ്കീർണമായ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സക്കറിയാവ്, എലിസബത്ത്, അവർ രണ്ടുപേരും ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായിരുന്നു. ആരാധനയിലും ശുശ്രൂഷയിലും ആത്മീയ അനുഭവങ്ങളിലുമൊക്കെ മുന്നോട്ട് തന്നെ നിന്നിരുന്ന സക്കറിയാവും എലിസബത്തും രണ്ടുപേരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. എന്നാൽ അവർക്ക് സന്തതി ഇല്ലാഞ്ഞു. ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരാണ്. ദൈവിക ശുശ്രൂഷയിൽ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ടവനാണ്. ഇതെല്ലാം ആയിരുന്നിട്ടും അവരുടെ ജീവിതത്തിലെ കുറവുകൾ, അവരുടെ ജീവിതത്തിലെ ശൂന്യത എന്തെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് മക്കളില്ലാഞ്ഞു. അവർ വയസ്സ് ചെന്നവരുമായിരുന്നു. പ്രാർത്ഥനയും ആരാധനയും ദൈവിക വിശ്വാസവും കൈമുതലായി ഉണ്ടായിരുന്നു എങ്കിലും പ്രാർത്ഥനയുടെയും ആത്മീക ജീവിതത്തിൻ്റെ സമ്പുഷ്ടതയുടെയും വിടുതൽ പ്രായോഗിക ജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിയുന്നില്ല. ആത്മീക ജീവിതത്തിന് വൈരുദ്ധ്യമായ ഒരു പ്രായോഗിക ജീവിതം, പ്രാർത്ഥനയ്ക്ക് വിരോധാഭാസമായ ഒരു ശുശ്രൂഷാ ജീവിതം, ദൈവികമായ വിശ്വാസങ്ങൾക്കും വിശ്വസിക്കുന്നവർക്കുണ്ടാകുന്ന വിടുതലുകൾക്കും വിരോധാഭാസമായി നിലകൊള്ളുന്ന ജീവിതത്തിൻ്റെ ശൂന്യതകൾ. ഇത് നമ്മുടെ ജീവിതത്തിൽ സാർവത്രികമാണ്. പ്രാർത്ഥനയും ആരാധനയും ആത്മീയ അനുഭവങ്ങളും വിശ്വാസവും ഒരു ഭാഗത്ത് നിലകൊള്ളുമ്പോൾ മറുഭാഗത്ത് മുറിവുകൾ, മുള്ളുപോലെ കുത്തുന്ന വിഷയങ്ങൾ, വേദനയേറിയ സാഹചര്യങ്ങൾ. ഇതിന് നടുവിൽ ഒരു ദിവസം ദൈവത്തിൻ്റെ ദൂതൻ സക്കറിയാവിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇന്നത്തെ ദിവസവും ആത്മീയ ജീവിതത്തിന് വൈരുദ്ധ്യമായുള്ള സംഘർഷങ്ങളും സംഘടിതമായ പ്രതിസന്ധികളും രോഗങ്ങളോ തിരസ്കരണങ്ങളോ വേദനകളോ ഒറ്റപ്പെടലുകളോ ആകട്ടെ, ജീവിതത്തിലെ വേദനയുടെ നെരിപ്പോടിലൂടെയും കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ പോകുമ്പോഴും പ്രാർത്ഥന കൈവിടാത്ത, ആരാധന മറന്നുപോകാത്ത, ശുശ്രൂഷയുടെ അനുഭവങ്ങളെ സ്വാർത്ഥതയ്ക്കായി ഉപയോഗിക്കാതെ ദൈവമഹത്വത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുവാൻ തയ്യാറായ സക്കറിയാവിനോട് ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നാളുകളായി അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഒരു ദിവസം, ഒരു പ്രത്യേക നിമിഷം, ദൈവത്തിൻ്റെ പ്രത്യേക നിശ്ചിത സമയത്ത് ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഞങ്ങളുടെ കർത്താവേ,
അനേക നാളുകളായി പ്രാർത്ഥിച്ചതിൻ്റെ വിടുതൽ അവിടുന്ന് വേഗത്തിൽ നിവർത്തിക്കുവാൻ വിശ്വസ്തനായ ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യണമേ. ഇന്നത്തെ ദിവസം അനുഗ്രഹമാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.